ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജ്യൂടെക്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഡ്രഗ് ഇന്ററാക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സും ഡിഗോക്സിനുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിഗോക്സിന്റെ ടോക്സിസിറ്റി ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പോകലീമിയ. ഒന്നെങ്കിൽ ഡിഗോക്സിൻ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഹൈപ്പോകലീമിയ. അടുത്തത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സും ലിഥിയവുമായിട്ടാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ലിഥിയത്തിന്റെ ടോക്സിസിറ്റി ഉണ്ടാകും. ഡയൂററ്റിക്സും ലിഥിയവുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ലിഥിയത്തിന്റെ ടോക്സിസിറ്റി ഉണ്ടാകും. ഡയൂററ്റിക്സും ആന്റി ഡയബറ്റിക് ഡ്രഗ്സുമായിട്ടാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഡയൂററ്റിക്സും ആന്റി ഡയബറ്റിക് ഡ്രഗ്സുമായിട്ടാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹെപ്പാരിനെ നമ്മൾ ഏത് കാർഡിയോവാസ്കുലർ ഡ്രഗ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്താലും ഹെപ്പാരിന്റെ ആന്റികോയാഗുലന്റ് എഫക്റ്റ് കുറവായിട്ടേ കിട്ടത്തുള്ളൂ. അടുത്തത് അസറ്റമിനോഫെന്നും ഐസോണിയാസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെപ്പറ്റോടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെപ്പറ്റോടോക്സിസിറ്റി. അടുത്തത് വാർഫാരിനും ആന്റിബയോട്ടിക്സും കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആന്റികോയാഗുലന്റ് എഫക്റ്റ് കൂടാനുള്ള ചാൻസ് ആണ് കാണുന്നത്. വാർഫാരിനും ആന്റിബയോട്ടിക്സും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്ത് ആന്റികോയാഗുലന്റ് എഫക്റ്റ് കൂടും. അടുത്തത് ഡിഗോക്സിന് നമ്മൾ ഫ്രൂസിമിഡ് നേരത്തെ പറഞ്ഞു, ഹൈപ്പോകലീമിയ അല്ലെങ്കിൽ ഡിജിറ്റാലിസിന്റെ ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. വാർഫാരിനും അസറ്റൈൽ സാലിസിലിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബ്ലീഡിംഗ്. അടുത്തത് ആസ്പിരിനും ഹെപ്പാരിനായാലും ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ആസ്പിരിനും എൻവാസും എനലാപ്രിൽ വാലിയേറ്റ് ആസ്പിരിനും എൻവാസും കൂടെയാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് എൻവാസിന്റെ എഫക്റ്റ് കുറവായിരിക്കും കിട്ടുന്നത്. എൻവാസ് എന്ന ഡ്രഗിന്റെ എഫക്റ്റ് കുറവായിരിക്കും ആസ്പിരിനും എൻവാസും. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സും നമ്മുടെ ACE ഇൻഹിബിറ്റേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഹൈപ്പർ കലീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ACE ഇൻഹിബിറ്റേഴ്സും നമ്മുടെ ഡയൂററ്റിക്സ് ഡ്രഗ്സും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ ഇന്ററാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകും? ഹൈപ്പർ കലീമിയ. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് ഹൈപ്പർ കലീമിയയും കുറയുന്നത് ഹൈപ്പോകലീമിയയും. ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്നത് ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. ഗ്രിസിയോഫൾവിനും വാർഫാരിനും ആന്റികോയാഗുലന്റ് ഡ്രഗും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ആന്റികോയാഗുലന്റ് എഫക്റ്റ് കുറവായിരിക്കും. ഗ്രിസിയോഫൾവിനും വാർഫാരിനും കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്തിട്ട് ആന്റികോയാഗുലന്റ് എഫക്റ്റ് കുറവായിരിക്കും.